ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഗ്യാസിലേക്ക് നമ്മളൊരു പാത്രം വയ്ക്കാം, കറിയാക്കാനുള്ള പാത്രം വയ്ക്കാം. അതിലേക്ക് ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കളയാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് നമ്മുടെ അനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ എണ്ണ ഇച്ചിരി ചൂടായി വരുമ്പോഴത്തേനും അതിൽ ആവശ്യത്തിനായ കടുകിടുക. ഫ്ലെയിം വേണമെങ്കിൽ നമുക്ക് സിമ്മിൽ വെച്ച് കൊടുക്കാം. കടുക് ഏകദേശം പൊട്ടിക്കഴിയാറാകുമ്പോൾ അതിലേക്ക് വേണ്ട ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 മുളക് എടുത്തിട്ടുള്ളത്. അധികം കരിയാതിരിക്കാൻ വേണ്ടി സിമ്മിൽ വയ്ക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മുളക് കരിയല്ലോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കരിയാതിരിക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനായ എണ്ണ ഇച്ചിരി കുറവായതുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഉള്ളി കൂടുതലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടുതൽ വേണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ചെറുപയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഉപ്പിട്ടിട്ടായിരുന്നു വേവിച്ച് വെച്ചത്. സോ നമുക്ക് ആവശ്യത്തിനായ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ഇടുന്നുണ്ട്. ചെറുപയർ കറിക്ക് എത്ര ആൾക്കാർ ഗരം മസാല ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ റെസിപ്പിയിൽ ഞങ്ങൾ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഈ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ കുക്കറിലാണല്ലോ വേവിച്ച് വെക്കുന്നത്, അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വേവായിട്ടുണ്ട്. കറി ആയതുകൊണ്ട് ആ വെള്ളത്തോടെ തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലർക്ക് ഡ്രൈ ആയിട്ടുള്ള ചെറുപയറായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ചെറുപയർ കറിയാണ്. സോ ആ വെള്ളത്തോടെ തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് മുളക് ഇട്ടു. അപ്പം തന്നെയാണ് നമ്മൾ കരിവേപ്പിലിടേണ്ടത്. പക്ഷെ ഞാൻ മറന്നുപോയത് കൊണ്ട് പെട്ടെന്ന് ഓർത്തിട്ട് ലാസ്റ്റാണ് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കരിവേപ്പില ഇട്ടാലേ ആ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സോ ലാസ്റ്റ് ഇട്ടു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ചിലവർ തേങ്ങയൊക്കെ അരച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യുകയാണ്. എത്ര പേരിങ്ങനെ ഈ തരത്തിൽ ചെറുപയർ കറി ആക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊരു പുതിയ റെസിപ്പിയാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പലവരും കറി പല രീതിയിലായിരിക്കും ആക്കുന്നുണ്ടാവുക. അപ്പം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാം. ഇനി ഈ റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കമൻസും പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ്. ഉപ്പിച്ചിരി കുറവായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് ഒന്നും കൂടി ഞാൻ ഉപ്പുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പം എനിക്ക് തോന്നി കുറച്ച് ഉപ്പ് കുറവുണ്ട് എന്നുള്ളത്. അപ്പം അതിലേക്ക് കുറച്ചും കൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഒരു കാര്യം കൂടി ആലോചിച്ചത്. ഞങ്ങൾ ചെറുപയർ കറിക്ക് ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇടാറുണ്ട്. ആ ഫ്ലേവർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എത്ര പേരിങ്ങനെ ആഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ അറ്റ് ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്.